വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷത്തിൻ്റെ ദിവസമാണെന്ന്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. പ്രൗഢമായ തിരിച്ചുവരവ് നടത്തി പെരിന്തൽമണ്ണക്കാരുടെ സ്വന്തം ടാലന്റ് ബുക്ക് ഹൗസ് പെരിന്തൽമണ്ണ ഊട്ടി റോഡിൽ KCB ഓഫീസിന് എതിർവശത്തായി കൂടുതൽ മികവോടെ 3 നിലകളിൽ വിപുലീകരിച്ച് പ്രവർത്തനം ആരംഭിച്ച ടാലന്റ് ബുക്ക് ഹൗസിന്റെ ഉദ്ഘാടനം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് P. കുഞ്ഞാവു ഹാജി നിർവഹിച്ചു. ടാലന്റ് ബുക്ക് ഹൗസിന്റെ ഈ അതിജീവനം വ്യാപാരികളും ആഘോഷമാക്കുകയാണ്. പതിറ്റാണ്ടുകളായി പെരിന്തൽമണ്ണയിലെ വിദ്യാർത്ഥികളുടെയും മറ്റും ജീവിതത്തിന്റെ ഭാഗമായി തീർന്ന ടാലന്റ് ബുക്ക് ഹൗസ് തീപിടിച്ച് പൂർണ്ണമായും കത്തിയമർന്നെന്ന വാർത്ത പെരിന്തൽമണ്ണക്കാരെ ഒന്നടങ്കം ഞെട്ടിച്ചതായിരുന്നു. എന്നാൽ കത്തിച്ചാമ്പലായതിന്റെ 2ാം ദിവസം തന്നെ വ്യാപാരികളുടെയും മറ്റും പിന്തുണയോടെ ടാലന്റ് ബുക്ക് ഹൗസ് താൽക്കാലികമായി പ്രവർത്തനം ആരംഭിച്ചിരുന്നു. പെരിന്തൽമണ്ണക്കാരുടെ സ്വന്തം ടാലന്റ് ബുക്ക് ഹൗസ് കൂടുതൽ പ്രൗഢിയോടെ വിപുലീകരിച്ച് പ്രവർത്തനം തുടങ്ങിയിരിക്കുകയാണ്. ഉപഭോക്താക്കൾക്കായി മികച്ച സൗകര്യവും കൂടുതൽ പ്രൊഡക്റ്റുകളുമായി പെരിന്തൽമണ്ണ ഊട്ടി റോഡിൽ KCB ഓഫീസിന് എതിർവശത്ത് 3 നിലകളിലായി പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് P. കുഞ്ഞാവു ഹാജി നിർവഹിച്ചു. വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം ഒരു സന്തോഷത്തിൻ്റെ ദിവസമാണെന്ന്. നമുക്കെല്ലാവർക്കും അറിയാം, പെരിന്തൽമണ്ണയെ ഞെട്ടിച്ചുകൊണ്ട് ഉദ്ദേശം 3 മാസം മുമ്പ് വലിയ ഒരു ആപത്ത് നടന്ന ഒരു സ്ഥാപനമാണിത്. ഈ 3 നില കെട്ടിടം ഒന്നിച്ച് കത്തിച്ചാമ്പലായി കോടികളുടെ നഷ്ടം സംഭവിച്ച് എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതിയ ഒരു ഷോപ്പ് ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അതിലേറെ ഉഷാറായി ഭംഗിയായി ഇന്നിവിടെ വീണ്ടും ജനങ്ങൾക്കായി തുറന്നിരിക്കുകയാണ്. അത് സത്യത്തിൽ വ്യാപാരികൾക്കാണ് എന്നെ സാധിക്കുള്ളൂ. ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഒരു വലിയ ഒരു ഭീമമായ നഷ്ടമൊക്കെ സഹിച്ചിട്ട് ആ സ്ഥാപനത്തിനെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ അതേപോലെ തന്നെയുള്ള അതിലേറെ നല്ലൊരു സ്ഥാപനമാക്കി മാറ്റാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് ഇവിടുത്തെ പൂർണ്ണമായിട്ടുള്ള വ്യാപാരികളുടെയും സംഘടനകളുടെയും കച്ചവടക്കാരുടെയും എല്ലാവരുടെയും നാട്ടുകാരുടെയും ഒക്കെ സഹകരണം കൊണ്ടാണ് ഈ തരത്തിൽ എത്തിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് വളരെ അഭിമാനത്തോടു കൂടി പറയാനുള്ളത്. ഏതായാലും ഇന്ന് ഈ സ്ഥാപനം ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇതിലേറെ നേരത്തെ ഉള്ളതിനേക്കാൾ ഉപരി നല്ല നിലയിൽ ഒരു സ്ഥാപനമായി മാറുകയും നല്ല നിലയിൽ ഈ ബിസിനസ്സിനെ ഉയർന്ന നിലവാരത്തിൽ എത്തിക്കുകയും ചെയ്യണമെന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് PTS മൂസോ KV മുഹമ്മദ് അലിക്ക് പ്രൊഡക്റ്റ് കൈമാറി ആദ്യ വിൽപ്പന നിർവഹിച്ചു. മർച്ചന്റ് അസോസിയേഷനെ സംബന്ധിച്ച് ഇന്ന് വളരെ സന്തോഷകരമായ സുദിനമാണ്. നമുക്കെല്ലാവർക്കും അറിയാം, 2.5 മാസങ്ങൾക്ക് മുമ്പ് ടാലന്റ് ബുക്സ് ഹൗസ് പൂർണ്ണമായും അഗ്നിക്കിരയാകുകയും 24 മണിക്കൂർ കൊണ്ട് തന്നെ ആ സ്ഥാപനം തൊട്ടടുത്ത റൂമുകളിൽ പ്രവർത്തനം ആരംഭിക്കുകയും അതിനുശേഷം ഇന്ന് മുമ്പത്തേക്കാളേറെ വിപുലീകരിച്ചുകൊണ്ട് തന്നെ കൂടുതൽ സ്റ്റോക്കുകളൊക്കെ എത്തി കൂടുതൽ സൗകര്യങ്ങളോടുകൂടി ടാലന്റ് ബുക്ക് ഹൗസ് ഇന്ന് പൊതുജനങ്ങൾക്കായി ഇവിടെ തുറക്കപ്പെട്ടിരിക്കുകയാണ്. തിരിച്ചുവരവിനായി കൂടെ നിന്ന എല്ലാവരോടും ടാലന്റ് ബുക്ക് ഹൗസ് ഉടമ അബ്ദുൽ ലത്തീഫ് നന്ദി അറിയിച്ചു. 2 മാസങ്ങൾക്ക് മുമ്പ് ഏപ്രിൽ 23-ന് പതിവ് പോലെ കട പൂട്ടിപ്പോയ ഞാൻ പുലർച്ചെ 3 മണിക്ക് എനിക്ക് ടെലിഫോൺ കോൾ വരികയാണ്, കട കത്തുന്നുണ്ട് എന്ന് പറഞ്ഞു. അക്ഷരാർത്ഥത്തിൽ ഞാൻ തരിച്ചുപോയി. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ എല്ലാമായ ഈ സ്ഥാപനം പൂർണ്ണമായി കത്തിനശിച്ച ഒരു അവസ്ഥയിൽ അതിന് അതിജീവനം എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ വലിയൊരു മരീചികയായിട്ടാണ് ഉണ്ടായിരുന്നത്. പക്ഷേ എൻ്റെ സംഘടനയും മർച്ചന്റ് അസോസിയേഷനും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയും അതോടൊപ്പം എൻ്റെ കുടുംബാംഗങ്ങളും എൻ്റെ അഭ്യുദയകാംക്ഷികളായ എൻ്റെ നല്ല ഉപഭോക്താക്കളും എൻ്റെ കൂടെ നിന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അതിജീവനം സാധ്യമായി. ഈ അവസരത്തിൽ എന്നോടൊപ്പം നിന്ന എല്ലാ ആളുകളെയും ഒറ്റവാക്കിൽ എല്ലാവർക്കും 1000 നന്ദി രേഖപ്പെടുത്തുന്നു. തുടർന്നും എൻ്റെ ഈ സ്ഥാപനത്തിൻ്റെ പ്രയാണത്തിൽ നിങ്ങളുടെയൊക്കെ സഹകരണവും സഹായവും തുടർന്നും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. 3 നിലകളിലായി
പണി കഴിപ്പിച്ചിരിക്കുന്ന കെട്ടിടത്തിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ സ്കൂൾ ഓഫീസ് സ്റ്റേഷനറി ഐറ്റംസ്, 1-ാം നിലയിൽ ക്രാഫ്റ്റ് വർക്ക്സിനും മറ്റും ആവശ്യമായ പ്രൊഡക്റ്റുകൾ, 2-ാം നിലയിൽ ബുക്സ് എന്നിങ്ങനെയാണ് കസ്റ്റമേഴ്സിന്റെ സൗകര്യം മുൻനിർത്തി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്കും ഉദ്യോഗസ്ഥർക്കും കൂടാതെ വായനയെ ഇഷ്ടമുള്ളവർക്കും ആവശ്യമായ എല്ലാം ടാലന്റ് ബുക്ക് ഹൗസിലുണ്ട്. ഇത് തന്നെയാണ് ടാലന്റ് ബുക്ക് ഹൗസിനെ പെരിന്തൽമണ്ണക്കാർ നെഞ്ചോട് ചേർക്കാനുള്ള കാരണവും. ടാലന്റ് ബുക്ക് ഹൗസിന്റെ ഈ തിരിച്ചുവരവ് വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള ഒന്നാണെന്ന് ചമയം ബാപ്പു പറഞ്ഞു. ഇത്രയും പെട്ടെന്ന് അതിലും നന്നായി വളരെ വിപുലീകരിച്ചുകൊണ്ട് ഈ സ്ഥാപനം തുടങ്ങാൻ അതിൻ്റെ ഉടമസ്ഥന് കഴിഞ്ഞു എന്നുള്ളത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ ഒരു കാര്യമാണ്. സ്ഥാപനത്തിലെ തൊഴിലാളികൾക്ക് തൊഴിലും സ്ഥാപന ഉടമക്ക് തൊഴിൽ അത് നേടുവാൻ കഴിഞ്ഞു എന്നുള്ളത് ഏറ്റവും വലിയൊരു കാര്യമാണ്. പഴയതിനേക്കാൾ കൂടുതൽ ഉൽപ്പന്നങ്ങളുമായി ടാലന്റ് ബുക്ക് ഹൗസ് നടത്തിയ ഗംഭീര തിരിച്ചുവരവിൽ ഉപഭോക്താക്കളും ഏറെ സന്തുഷ്ടരാണ്. വളരെ നല്ല അഭിപ്രായമാണ്. എന്നുവെച്ചാൽ നമുക്ക് എവിടെ കിട്ടാത്ത എത്ര പ്രഷ്യസായ ബുക്സും അതേപോലെ റെയറായ ബുക്സും ഒക്കെ നമുക്ക് ഇവിടുന്ന് കിട്ടാറുണ്ട്. അതേപോലെ സ്റ്റേഷനറി ഐറ്റംസ് ആയാലും ഓഫീസിൻ്റെ ഫയല് അങ്ങനത്തെ സംഭവങ്ങളായാലും അതേപോലെ എന്താ പറയുക പേനകൾ, നല്ല വെറൈറ്റീസ് ഓഫ് പേന, എന്താവശ്യങ്ങളും. ഇപ്പോൾ ഞാനൊരു ടീച്ചറാണ്, അപ്പോൾ എനിക്ക് സ്കൂളിലേക്ക് ആവശ്യമുള്ള ഒരുവിധം എല്ലാ സംഭവങ്ങളും ഇവിടുന്ന് കിട്ടാറുണ്ട്. ഞങ്ങൾ ശരിക്കും മുളയങ്കാവുന്നാണ് വരുന്നത്, പക്ഷേ ഇങ്ങടായിട്ട് മാത്രമായിട്ട് ഞങ്ങൾ വരാറുണ്ട്. അപ്പോൾ എന്തായാലും ഈ സ്ഥാപനം ഒന്നുകൂടി നല്ല രീതിയിൽ റിനോവേറ്റ് ചെയ്ത് വന്നതിൽ ഭയങ്കര സന്തോഷമുണ്ട്. പെട്ടെന്ന് ഒരു പുസ്തകം എന്താവശ്യമായിട്ടും പഠനാവശ്യമായിട്ടായാലും ഓഫീസ് ആവശ്യമായിട്ടും ഓടി വരികയാണെങ്കിൽ ഇവിടെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് പോവേണ്ടി വന്നിട്ടില്ല. അപ്പോൾ പുതുതായിട്ടിത് വീണ്ടും തുറക്കുമ്പോൾ അത് നമുക്ക് പെരിന്തൽമണ്ണക്കാർക്ക് വലിയ അഭിമാനമായിട്ട് തോന്നുന്നൊരു കാര്യമാണ്. കാരണം പിന്നെ പഠനാവശ്യത്തിനായിട്ടായാലും ഓഫീസ് ആവശ്യത്തിനായിട്ടായാലും ഇനി മറ്റെന്താവശ്യത്തിനായിട്ടായാലും നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾക്ക് പെട്ടെന്ന് ഓടി വരാൻ കഴിയുന്നത് ടാലന്റ് തന്നെയാണ് പെരിന്തൽമണ്ണയിലുള്ളത്. ടാലന്റ് ബുക്ക് ഹൗസിന്റെ അതിജീവനം ഏതൊരാൾക്കും പ്രചോദനം കൂടിയാണ്. ചടങ്ങിൽ മർച്ചന്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് PTS മൂസോ, KV മുഹമ്മദ് അലി, മർച്ചന്റ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി CPM ഇഖ്ബാൽ, ചമയം ബാപ്പു, ഷാലിമാർ ഷൗക്കത്ത്, MES മുൻ ജില്ലാ പ്രസിഡന്റ് V മൊയ്തൂട്ടി, ടാലന്റ് ബുക്ക് ഹൗസ് മാനേജിംഗ് ഡയറക്ടർ അബ്ദുൽ ലത്തീഫ്, മറ്റ് വ്യാപാരികൾ, സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിലെ പ്രമുഖർ തുടങ്ങിയവർ സംബന്ധിച്ചു. ഉപഭോക്താക്കളുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി സ്കൂൾ ഓഫീസ് ഉൽപ്പന്നങ്ങളുടെ അതിവിപുലമായ കളക്ഷനുമായി പതിറ്റാണ്ടുകളോളമായുള്ള പെരിന്തൽമണ്ണയുടെ വിശ്വാസം നേടി മുന്നേറുന്ന ടാലന്റ് ബുക്ക് ഹൗസിന്റെ ഈ പുതിയ തുടക്കവും വലിയ വിജയമായി തീരട്ടെ. ചാനൽ 10 പെരിന്തൽമണ്ണ.